സ്വന്തപ്പെട്ട ആൾക്കാരായി കഴിഞ്ഞാൽ അവരുടെ വീടൊക്കെ ഒരു മാസം കൊണ്ടെല്ലാം കണ്ടു തീരും. കയറി ഇറങ്ങി ചെയ്യാവുന്നതൊക്കെ ചെയ്തു കൊടുക്കും. പോകാനോ അങ്ങനെ അമ്പാ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക. കേട്ടോ, തലമുടിയൊക്കെ ചെയ്യുക പോകാൻ. നമുക്ക് പോകാം. എൻ്റെ വീട്ടിൽ പോവാ. ഞാൻ വീട്ടിലോട്ട് പോവാ. ഇല്ല, നമുക്ക് പോവാം. എന്നാ അമ്മ പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ വരാം. വീട്ടിലോട്ട് പോവാ. ഓ, വന്നില്ലേ? പിന്നെ ഞാൻ വരുവാ. എന്നാ പോവാം. സമയം പുതക്കണല്ലേ, അതൊക്കെ കൊണ്ടാവുന്ന ഒഴിവൊന്നുമില്ല. പോയി എവിടെ പോകുന്ന അറിയത്തില്ലേ? അറിയത്തില്ലെന്ന്. എൻ്റെ വീട്ടിൽ പോവാ. ആ, വീട്ടിലോട്ട് പോവാ കേട്ടോ. നമുക്ക് പോയിട്ട് വരാം. നമ്മുടെ വീട് അവിടെയല്ലേ? എൻ്റെ വീടാ, എൻ്റെ വീട് കേട്ടാ. മുത്തപ്പൻ്റെ വണ്ടി ഏതാ പള്ളി? മുത്തപ്പൻ്റെ പള്ളി ഒന്നും കാണുന്നതല്ലേ? ആ, മുത്തപ്പൻ്റെ പള്ളിയില്ലേ? ജോമോളുടെ വീട്ടിലുള്ള വഴി ഏകദേശം മൊത്തം കാണിച്ചേക്കാം. ഇവിടുന്ന് അധികം ദൂരം ഇല്ല, സ്വല്പം ദൂരമേ ഉള്ളൂ. വീടാ? ആ, വീടുകളൊക്കെ ഒത്തിരി ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ളതാണേ. അവരൊക്കെ വിദേശത്ത് പോയി കാശുണ്ടാക്കി വീട് പണിതു. അവിടെ പോയി കിടന്ന് കഷ്ടപ്പെട്ട്. മനസ്സിലായോ? അമ്മ അവനോട് പറഞ്ഞു കേട്ടില്ലായിരുന്നു? നാട്ടിലുള്ളവർക്കൊന്നും ഇല്ലെന്ന്. ഇതാണ് ഈ വഴി. താഴോട്ട് കിടക്കുന്ന വഴിയാണ് പോണത്. ഇത് നേരെ കാഞ്ഞിരത്താനത്തിന് പോണ വഴി. ഇത് ഇരുവേലിക്കൽ മുണ്ടുവേലിക്കലോട്ട് ചെന്ന് ചാടും. മുണ്ടുവേലിക്ക് ചെന്ന് തോട്ടുവ കണക്കാർ റോഡിൽ ചെന്ന് ചാടുന്ന വഴിയാണിത്. ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ വലത്തോട്ട് തിരിയും. അവിടെ നിന്നാണ് ചോമ്മളുടെ വീട്ടിലോട്ടുള്ള വഴി. പണ്ട് തൊണ്ടായിരുന്നു. വഴി വെട്ടിയിട്ട് ഒത്തിരി വർഷമൊന്നും ആയില്ല. ഞങ്ങളുടെ കല്യാണത്തിന് ആ സമയത്തും കൊണ്ടാണ് അവിടെ വഴി വെട്ടുന്നത്. ഇങ്ങോട്ട് തിരിഞ്ഞു പോകും. അവിടെ വണ്ടി ഓടിക്കണ ആരാന്ന് അമ്മ കണ്ടോ? ആ, പിന്നെ അവൻ ഓടിച്ച് പഠിക്കണ്ടല്ലേ? ആ, ഓടിച്ച് പഠിക്കണ്ടേ? ഓടിച്ച് പഠിക്കും. ആ, നമ്മുടെ വീട് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കൂട്ടുകാരൻ ജോഷിയുടെ വീടാണ്. തുറന്നിട്ടില്ല. ആ, ഇതാണ് നമ്മുടെ ജോമോളുടെ വീട്. ഗേറ്റ് തുറന്നിട്ടില്ല. ഗേറ്റ് തുറക്കാം. പോട്ടെ. വണ്ടി ഓടിക്കാനാ നോക്കിയേ? വേണ്ടോ? എന്താ വാഞ്ചേട്ടായാണ് വണ്ടി ഓടിക്കുന്നത്. അടിച്ച് പിടിക്കുക. നിൽക്കട്ടെ. അറിയാല്ലേ? പിന്നെ തുറക്കില്ല മോനെ, തുറക്ക്. മറന്നു പോകും. ബസ്സിലല്ലേ? അമ്മ അറിഞ്ഞേ? കേറിക്കോ. അതെങ്ങനെയുള്ളതാണ്? അത് അല്ലല്ലേ, ഒരു സ്ഥലത്ത് മാറുമ്പോൾ തന്നെ സന്തോഷമായി. സന്തോഷമായ സന്തോഷമായത് മനസ്സിലായ? ആളെയൊന്നും മനസ്സിലായില്ല. ഇല്ലേ? എന്നെ മനസ്സിലായോ? നിന്നെ മനസ്സിലായി. എന്നെ മനസ്സിലായില്ല. അമ്മയുടെ അമ്മയാ. ആണോ?
ആനിയമ്മ അവിടെ ഉദിമറ്റത്തില്ല കേട്ടല്ലേ ഉദിമറ്റത്തില്ല ഒരു വരത്തില്ല. ഞാനൊരു കാര്യമുണ്ടോ ഞാൻ കാണുന്നുണ്ടോ? കാണുന്നില്ലല്ലോ. അയ്യോ അങ്ങനെ പറ്റിയില്ല. ഒരു ആഴ്ചയിൽ ഒരു ദിവസം പോലും കണ്ടിട്ടില്ല. എന്നാ അത് ശരിയാണ്. അമ്മയ്ക്ക് മേല, എനിക്ക് മേലാഞ്ഞിട്ട് അമ്മയ്ക്ക് മേല ബെൽറ്റൊക്കെ കെട്ടിയായിരിക്കണം. എല്ലാവർക്കും മേലം മറ്റുള്ളവർക്കും മേലം ഒന്നും എടുക്കത്തുമില്ല. പിന്നെ ഇതിനെയൊക്കെ നോക്കണം. കണ്ട കണ്ടു കുളന്ത അങ്ങേറ്റത്ത് ഇങ്ങേറ്റത്ത് റാവിച്ചിരിക്കണം. ചോദിച്ചാൽ അമ്മച്ചിക്ക് ഓരോ സ്തുതി കൊടുത്തൊരു ഉമ്മയും കൊടുത്തേ. അമ്മയ്ക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കുഴപ്പമില്ല. ഞങ്ങൾ പിള്ളേർക്ക് അമ്മക്ക് ഏറ്റവും ഇഷ്ടം പിള്ളേരെയാ. ഇത് സ്ഥിരം ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് അറിയാം. അതെ കൊച്ചുങ്ങളൊക്കെ ചെയ്യണം. കൊച്ചുങ്ങളൊക്കെ ചെയ്താലോ സുഖമുള്ളൂ. രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഈശോയുടെ രൂപം മാതാവ് ഇവിടെ അല്ലാതെ മോളി കൂടില്ലെന്നാ പറഞ്ഞ തുറന്നല്ലേ ഇരിക്കണെന്നാ പറഞ്ഞേ. വെളുപ്പ് കാണുന്നത് കൂടാ ആൾക്ക് പറ്റിയല്ല. മോനെ മോനെന്നെ അന്തം പെട്ടിരിക്കണേ. ആദ്യമായിട്ട് കണ്ടതല്ലേ? ആദ്യമായിട്ട് കാണുന്നതാ. അവിടെ വന്നിട്ടുണ്ടല്ലോ. അവിടെ വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ടുണ്ട് വീട്ടില. ഞാൻ ഓർക്കണില്ല. ഓർക്കണില്ല എന്നിട്ടാ ഞാൻ പോകാം. ഇത്ര പെട്ടെന്നോ? ഇപ്പൊ പോകണ്ട, കഴിയട്ടെ. ഇപ്പൊ വന്നല്ലോ ഉള്ളു. എന്നാലിനമ്മേ ഇനി വരാൻ സമയല്ലേ? എപ്പോഴും എപ്പോഴും അങ്ങനെ ഓടി വരാൻ പറ്റുമോ? വരാൻ പറ്റിയാല കുടുംബത്തെ ആളുമില്ല. പോന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ കുഴപ്പം. നടക്കാനും മേലെ പ്രായമായി വരുക. ഒന്നും ചെയ്യത്തുമില്ല. ഓർമ്മയില്ല. ഇത് കാരണം വലിയ വിഷമമാണ്. ഒരു കാര്യം ഓർക്കുമ്പോൾ ചെയ്തില്ല. അയറും പിന്നെ അധികം മിണ്ടിയല്ല. ജെഫ് മിണ്ടറാണല്ലോ. ഈ വീടിന്റെ പേര് ഞങ്ങൾ ഉദിമറ്റം ഞങ്ങൾ കേട്ടിട്ടുണ്ടോ അമ്മ? പിന്നെ എത്ര തവണ കേൾക്കണം. ആണോ? പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ വീടുമായിട്ട്? അമ്മയുടെ ബന്ധം എന്നാ വല്ല ബന്ധമുണ്ടോന്ന്? ബന്ധങ്ങൾ കാണും. ഉണ്ടല്ലേ? ഉണ്ട്. പിന്നെ ബന്ധമില്ലാതിരിക്കാൻ ഞങ്ങള് ബന്ധുക്കാരല്ലേ. ബന്ധുക്കാര് പിന്നെ ബന്ധമില്ലെങ്കിൽ ഇങ്ങനെയാ വല്യമ്മയായിട്ട് വലിയ കൂട്ടായിരുന്നു. വല്യമ്മയായിട്ട് വലിയ കപ്പിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അമ്മച്ചേക്ക് എത്ര ആൺമക്കളുണ്ട്? എനിക്ക് 2 ആൺമക്കള്. പെൺമക്കളും ഒരെണ്ണം അതാ ഇപ്പൊ അങ്ങോട്ട് പോയത്. അത്രേ ഉള്ളൂ. 2 ആണും 1 പെണ്ണും. അത് ശരി. പരാതിനൊക്കെ കപ്പിന്റെ അകത്ത് എല്ലാം കുറവാ. അതാ നല്ലത്. എന്നതാ മക്കളും പരാധീനം കുറവാണ്. പരാധീനം സ്വസ്ഥമായിട്ടും സ്വാതന്ത്ര്യമായിട്ടും വല്ലതൊക്കെ ചെയ്തും കറിക്കുന്ന അതും കൊടുത്താൽ മതിയല്ലോ. അലപ്പ് കൂടാ. അമ്മയെ പിന്നെ ഉണ്ട്. ഇല്ല ഇല്ല ഇല്ല, അവർക്ക് മരിച്ചുപോയി. എത്ര നാളായി? 25 വർഷമായി. ഭയങ്കരമായി. 2000-ലാണ് ഇച്ഛാ സമ്മതിച്ചത്. നല്ല പ്രായം കഴിഞ്ഞു. ഇപ്പൊ 25 വർഷമായില്ലേ? ഓരോരുത്തരുടെ ഭാഗ്യം. 14 വർഷമായി അമ്മ മരിച്ചിട്ട്. 11-ലാണ് മരിച്ചത്. 11-ല്. ചാച്ചനൊന്നുമില്ലല്ലോ. ചാച്ചനില്ല. ഇനിയിപ്പം അവരുടെ ബന്ധപ്പെട്ടവരെല്ലാം ഉണ്ടോ? ഉണ്ട്. നാങ്ങളെയും നാത്തൂനൊക്കെ ഉണ്ട്. സുഖമാണോ? സുഖ, ഒരു കുഴപ്പമില്ല. അമ്മയും ചാച്ചനാരും ഇല്ല ഇല്ല. മക്കള് വെളിയിലും പോയി. 2 മക്കള്. ആങ്ങളമാരുടെ നിങ്ങൾക്ക് പോയി രക്ഷപ്പെടും. ഞങ്ങൾ പോട്ടെ. മകള് വരാറുണ്ടോ? മോള് വരാറുണ്ടോ? പിന്നെ മോള് അവരൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഒരു വർഷത്തിലൊന്നും 6 മാസം കൂടിയൊക്കെ ചിലപ്പം വരും.
എല്ലാവരും തന്നെ പുറത്തോട്ട് പോയവരൊക്കെ ഉണ്ടെന്നേ. എല്ലാവരും വരാനൊന്നുമില്ല. വരുമാനമില്ലേ? വരികയൊന്നും വേണ്ട മക്കളോ. ഒന്നും ചെയ്യാനും വേണ്ട, നടക്കാനും വേണ്ട. കയ്യും കാലും ശരീരം മൊത്തം വേദന, തളർച്ച പോലെ. അതുകൊണ്ട് എങ്ങും വീണ് കിടക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം മാതാവിനോട്. വീണ് കിടന്ന് ആരെ കൊണ്ടും ബുദ്ധിമുട്ടിക്കാതെ നിരാശ കൂടാതെ ഒന്ന് എടുത്തോ വിളിച്ചോണെന്ന്. അതെല്ലാം നമുക്ക് വേറെല്ലാം ചെയ്യാൻ പറ്റും. ഇതൊക്കെ 3 രൂപ വെച്ചേക്കണാണ്. രൂപ മേടിച്ച് വെച്ചതാ ആണോ? വെഞ്ചിരിച്ചപ്പം ഇവിടെ ചാച്ചനൊക്കെ ഇല്ലേ? ചാച്ചനുണ്ട്, പുറത്തേക്ക് അങ്ങോട്ട് പോയി. ആണോ? ഇവിടെ ഇല്ലേ? ഇവിടെ ഇല്ല. നടക്കുമൊക്കെ ചെയ്യാമോ? നടക്കാൻ കുഴപ്പമൊന്നുമില്ല. ഭക്ഷണമൊക്കെ കഴിച്ചോളൂല്ലേ? കുടിക്കാൻ പോയതാണോ? അറിയത്തില്ലല്ലോ. കുടിയുണ്ടോ? വല്ലപ്പോഴും വെച്ചിട്ട് കുടിക്കും. അങ്ങനെ വല്ലതും പോയതായിരിക്കും. എനിക്ക് പ്രായമായി കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോന്നൊക്കെ തോന്നിയല്ലേ. ചിലപ്പോൾ ഓരോ ഉറക്കത്തിന് സുഖം കിട്ടാനും ശരീരത്തിന് സുഖം കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യും. അമ്മയ്ക്കോ? എനിക്ക് കുടിക്കുന്ന അല്ല, കുടിയതല്ല ഞാൻ ചോദിച്ചു, ശരീരത്തിൻ്റെ കാര്യം. ശരീരം അതേ നാട്ടിൽ ഇതൊക്കെ ഡെസ്ക് നിന്നിരിക്കുമോ? ആഹാരമൊക്കെ കഴിക്കാവോ? പ്രഷറുണ്ട്. അതാണ് പിടിപ്പെട്ട പറ്റി പാടാം. പെണ്ണ് ഇത്ര നാളോളം എനിക്ക് മാത്രം അങ്ങനെ പ്രഷറുണ്ടായിട്ട്. കൊച്ചിക്ക മോൻ്റെ കൊച്ചാ. മോളെ മാറി ഇനി കാണാം. വലിയ കൊന്തയിട്ടേക്കണ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോരും ഒക്കെ ചെയ്താൽ മതി കേട്ടോ. അങ്ങോട്ട് വരാൻ പറ. ഇവിടുത്തെ അമ്മയും ചാച്ചനുണ്ടോ? ഇല്ല. ഇവിടുത്തെ അമ്മ ഇത്. ഇവിടുത്തെ അമ്മയത്. ചാച്ചൻ പുറത്തോട്ടം കണ്ട് പോയി. ചാച്ചൻ പ്രായം ചെന്ന് പോയാ? ഇല്ല, ചാച്ചൻ ഇവിടെ ഉണ്ട്. ചാച്ചൻ പുറത്തോട്ടം കണ്ട് പോയതാ. പുറത്തേക്ക് പോയതാ. ആണോ? ചാച്ചൻ അങ്ങനെ വീട്ടിൽ ഇരിക്കില്ല. ഇവിടെ ഇല്ല, ഇപ്പൊ പോയി. ചോറൂണ് കഴിഞ്ഞപ്പോ പോയി. പിന്നെ നടക്കും, കുഴപ്പമൊന്നുമില്ല. ശരി. ചാച്ചൻ അങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കില്ല. ആണോടി? ഏറണേ ഏറെന്നാ മിണ്ടായിരിക്കുന്നത്? ചിരിക്കാൻ അച്ചായി പഠിപ്പിച്ചില്ലേ? ചിരിച്ചിട്ട് വർത്തമാനം പറഞ്ഞു. എനിക്കാ 3 മക്കള്, 2 ആണും 1 പെണ്ണും. മൂത്ത മകന്റെ മകളാണിത്. അല്ലല്ല, അങ്ങോട്ട് പോയത് ജോമോള്. ആണോ? ഇത് മകന്റെ കൊച്ചാ. ആണോ? അതും അതെ കഴിഞ്ഞ മോന്റെ കൊച്ച. ജെഫ്, ഞങ്ങളുടെ ജെഫല്ല. ജെഫ് അവിടെ ഇവനാണ്, ഇത് പെണ്ണ്. പഠിക്കണില്ലേ? ഉണ്ടെന്ന് പറയാം. ഉണ്ടല്ലേ? മോൻ എത്രയില്ല? 5-ലോ? 8-ലാ? കൊച്ചു പറഞ്ഞ എത്രയിലാണ്? മോൾ എത്രയില്ല? 3-ലാ? വല്യപ്പനും വല്യമ്മ ഒന്നുമില്ല. ഇവർക്കുണ്ട് വല്യപ്പനും വല്യമ്മ. അത് ഞാനാ വല്യമ്മ. ഇല്ല, അമ്മായിയപ്പനും അമ്മായിയമ്മേ ഇല്ല, അവരില്ല, മരിച്ചത്. പ്രായമൊക്കെ ആയില്ലേ? അല്ലേ, 10-60 ഞങ്ങൾക്കും പ്രായമായി. 10-60 വയസ്സായപ്പോഴാണോ മരിച്ചത്? അമ്മയ്ക്കോ? അതിൽ കൂടുതലായിട്ടുണ്ട്. 10-75 അന്നത്തെ കാരണന്മാർക്ക് പ്രായമുണ്ടോ? ഒന്നും അറിയാല. അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് ശരിക്കും അറിയത്തില്ല എത്രയാണ്. വല്ലപ്പോഴും വായനയൊക്കെ എല്ലാവരും ഉള്ളൂ. പിന്നെ എന്നാലും എങ്ങനെ അറിയണം? നമ്മൾ സ്ഥിരമായിട്ടൊരു കാര്യം നടത്തുന്നില്ല. ഈ കൊച്ചേതാ? 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 കൊച്ചേ അവന് എത്ര വയസ്സുണ്ട്? അവനേതാ? അവൻ ഇവിടെയല്ലേ? എവിടുത്തെ? ഇവിടുത്തെ അല്ലേ? നിങ്ങളുടെ കൂട്ടത്തിലാണല്ലോ വന്നത്. വണ്ടി ഓടിച്ചോണ്ട് വന്നതാ. കൊച്ച് അവനെവിടെയല്ല, എവിടെയാ അവൻ്റെ വീട്? അവൻ്റെ വീട് അവനെ മറന്നു പോയി. എത്ര വണ്ടി ഓടിച്ചോണ്ട് വന്നാന്നാ പറഞ്ഞത്. അമ്മേനെ കൊണ്ടുവന്ന അവനല്ലേ? വണ്ടി ഓടിച്ചോണ്ട് അവനെ കൊണ്ടുവന്ന ദിവാനെ അറിയില്ലേ? അതാ അവൻ. ദിവാൻ ഞങ്ങളുടെ വീട്ടല്ലേ? അവനല്ലേ അമ്മനെ കൂട്ടിക്കൊണ്ട് വന്നേ? വണ്ടിയിലേക്ക് കൊണ്ടുവന്നേ? വണ്ടിയെ കൊണ്ടുവന്നവനല്ലേ?
ഞങ്ങൾ പോട്ടെ. ഒന്ന് പോകാം. അമ്മയ്ക്ക് വന്നപ്പോൾ മുതൽ അമ്മച്ചിക്ക് പോകണമെന്നാ. പോയി കിടന്നുണ്ട് അമ്മ അങ്ങ് ഉറങ്ങണം. ആ കേട്ടോ കേട്ടോ കൊണ്ടൊക്കെ പോട്ടെ കേട്ടോ. ഇരിക്കാൻ പറയാം ചിലരും കൂടി. പോവുക. എൻ്റെ ചെയ്യണമെന്ന് പറയത്തില്ല. എൻ്റെ ശരീരം മുഴുവനും ഒരാഴ്ച 2 ആഴ്ചയായി ചുവ ഒന്ന് കിടക്കുക പോലും ചെയ്തു. അതിനാ ഓരോന്നും എടുത്തും പെറുക്കിയും വെടുത്തും നോക്കി പറഞ്ഞ് സമയം കൊള്ളും. കാരണം ആരും ഒന്ന് സഹായിക്കാനില്ലാതെ എല്ലാം അമ്മ തന്നെ ചെയ്യണമെന്നേ. അമ്മ തന്നെയാ ചെയ്യണമെന്ന് പണിയൊക്കെ. ഉണ്ടോ? മടുക്കുവാ. ആ നീ വല്ലതും ചെയ്യുന്നുണ്ടോടാ അമ്മ പോയി കഴിഞ്ഞപ്പോൾ? ഈ ആളുണ്ടോ ചെയ്യാൻ? ഇതുവെല്ലാം ചെയ്യോ? ആഹാ പിന്നെ മോളിന്തേ മരുമോളെന്തേ? അമ്മേന്തേ? മരുമോളെന്തേ? അവള് വെള്ളക്കൊട്ടിൽ കോളേജിലൊക്കെ പോവല്ലേ. മരുമകളാ? മരുമകളല്ല, മകളല്ലേ പോണേ, കുഞ്ഞുമകളല്ലേ പോണേ. എന്നാലും പനിയൊക്കെ എടുക്കും. എന്നാലും സമയമില്ല അവൾക്ക്. കാലത്തും വൈകുന്നേരം ഒക്കെ പോകണ്ടേ. കാലത്ത് പോയച്ചും വൈകുന്നേരം ആരാ ബിബീനയുടെ കാര്യമാണ് അമ്മ പറയണേ? കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നത്. ആ അത് ബിബീനെ പഠിക്കാൻ പോണ കാര്യമാണ് പറഞ്ഞത്. അമ്മ തെറ്റിപ്പോയതാ, നമുക്ക് തെറ്റിപ്പോയതാ. ബിബീന പോയതാ അല്ലേ പഠിക്കാൻ? ബിബീനയാണോ പഠിക്കാൻ പോയത്? അവിടെ പോയി. പിന്നെ അമ്മച്ചി പറഞ്ഞത് ആരുടെ കാര്യമാണ് പറഞ്ഞത്? ബിബീനയൊക്കെ അവിടെ വീട്ടിലുണ്ട്. അവള് പള്ളിക്കൂട്ട് പോയിക്കോ. പള്ളിക്കൂട്ടല്ല, അവിടെ അടുത്ത്. അവള് നേഴ്സിംഗ് പഠിക്കാൻ പോയില്ലേ? അവള് നേഴ്സിംഗ് പഠിക്കാൻ പോയിരിക്കും. അവിടെ ഇല്ല. ആ വീട്ടിലില്ല, ഹോസ്റ്റലില്ല. അതാ എവിടെയാ? പരുമല. പരുമല പരിമളെ? ആ പരുമല. അതെവിടെയാ? പത്തനംതിട്ടയില്. ഓണം വരെ പോകണം. ആ അവള് ഓണത്തിന് വന്നിട്ട് പോയതല്ലേ. അപ്പൊ അവൾക്ക് മാസത്തിലൊന്ന് വരുമോ? ആ വല്ലപ്പോഴും മാസത്തിൽ ഒന്നൊക്കെ വരും. ആ അപ്പൊ എത്ര നാള് പഠിക്കണം? 4 വർഷം. 6 മാസം? 4 വർഷം. അയ്യോ. ആ എന്നാ പിന്നെ അതോടുകൂടി തീർന്നല്ലോ. അതിനാ നല്ല പ്രായങ്ങളെല്ലാം പോയി. ഏയ് നല്ല പ്രായമൊന്നും പോയില്ല. 21 വയസ്സല്ലേ ഉള്ളൂ. കേന്നൊന്നും പറയണ്ട. അല്ല, അനുഭവിക്കുമ്പോൾ അറിയണം. ഓരോ സ്ഥലത്തും പോയി. അതിന് നമ്മുടെ വീട്ടിലാണ് അത്ര തന്നെ ബുദ്ധിമുട്ടില്ല. മറ്റേതെന്ന് പറയുമ്പോൾ വേറെ സ്ഥലത്ത് നിന്നാക്കുമ്പോൾ ഭക്ഷണമൊക്കെ കൊണ്ടാൽ കൊടുത്ത് കഴിച്ച് പെറുക്കിയൊക്കെയുള്ള ജീവിതമല്ലേ. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടും വിഷമം അവർക്കുണ്ട്. പഠിക്കുന്നവരങ്ങനെയല്ലേ, രാവിലെ പോയിന്ന് പഠിക്കണ്ടേ. ഇനി പോകാം. ആ പോകാം. ഒന്ന് കിടക്കണം. നടുവേദന ഭയങ്കരമായ നടുവേദന. ഇച്ചിരി നേരം ഇരിക്കത്തില്ലമ്മേ. ഇരുന്നും കുഞ്ഞു നിവർന്നും ഒന്നും ചെയ്യത്തില്ല. എന്നാ പെങ്കൊച്ചിക്കാ ഒന്ന് പോക്കോ അമ്മച്ചീനെ സഹായിക്കാൻ. പോകുന്നുണ്ടാ? വേണ്ട വേണമെന്നില്ല. ഈ അമ്മച്ചീനെ ഒന്ന് സഹായിക്കാൻ പോക്കോ. വേണ്ട. പിന്നെ അല്ലേ തൊട്ടൊക്കെ ചെന്ന് പോയി വീട് വല്ലത്തൊക്കെ വല്ലതും പറ്റിയെങ്കിൽ പിന്നെ ഞാൻ വേദന അനുഭവിക്കണ്ടേ. പ്രായം കഴിഞ്ഞ് ഈ പ്രായത്തിലൊക്കെ വീഴുവോ മോനെ? വീണ എവിടെ കാണിച്ച മുട്ട്? സ്കൂളിൽ. എത്ര വയസ്സുണ്ട്? 8 വയസ്സ് കേട്ടോ. അടുത്ത മാസം 20 വരുമ്പോ. അവനോ 13 അവിടെ ഏതാണ്ടൊക്കെ എടുത്തുകൊണ്ടാവുന്നു. ആ ആരാ അറിയോ? അമ്മ അറിയോ ആ മോനെ? ഇല്ല. അവനേതാ? എൻ്റെ മോനാ. ആ അവനാണ് ഇവിടെ താമസം. അതെ, അവൻ്റെ മക്കളായത്. അപ്പം എത്രയാണ് മക്കളുണ്ട്? 2 രണ്ടുപേർക്കും ജോലിയുണ്ടോ? ഇല്ല, ഒരു മോനെ അച്ഛനാ. അച്ഛനാണ്. ചായ കുടിക്കാം. വന്നതല്ലേ എത്രയും. ഇനി എപ്പോഴും എന്നാ ചായ കുടിക്കാനമ്മേ? ഇനി ഒന്ന് കിടന്നാ മതി. നടക്കത്തിൽ കുഴഞ്ഞു പോവുക. പിടിച്ചോളാം. വാ. അമ്മയ്ക്ക് ആർച്ചു കൊടുത്തു. പോയിരുന്നടാ, കഴിച്ചടാ. നിങ്ങളും പോയി, എല്ലാവരും പോയി. കൂടുതലാണ്ടേ അവിടെ
അടുത്ത് കിടന്ന് മടുക്കുവാ. ചാർച്ച് വരുമ്പോ നെയ്യപ്പം അല്ലേ? നെയ്യപ്പം അമ്മയ്ക്ക് മുടിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. പല്ല് തന്നെ കല്ല് ഭയങ്കര വേദനയാണ്. ചവറ്റുമ്പോൾ എടുക്കടാ, ഒന്നിരുന്ന് കഴിക്കടാ. കല്ലെല്ലാം വേദനയായി പോകാം. ചായ കൊടുക്കും. വരുന്ന ചായ കുടിക്കടാ, ഇവിടെ നിന്ന് കഴിക്കടാ. നീ എടുത്തു ഇവിടെ ഒന്ന് ഇരിക്കും. വേറെ ഇവിടെ വന്നിരി. മക്കള് ഒരെണ്ണം ആ അമ്മയ്ക്ക് അന്ന് വയസ്സുണ്ട്. അമ്മയ്ക്ക് ഒരു മകളെ വേണം. അമ്മ അതറിയാം. ഇവിടെ വെച്ച് ചോദിക്കണ്ട. അമ്മയ്ക്ക് എന്നെ അറിയാവോ? എന്നെ അറിയാവോ? എന്നെ അറിയാവോ? എന്നെ അറിയാമോ? അറിയാവോ? അതേതാ ഏതാ നീ എവിടെയായി? ഞാനിത് ഇവിടുത്തെയാ. ആണോ? വീട്ടില വീട്ടു പേര് വേണം. ഉതിരക്കട്ട ഞാറുകുളം. ഇപ്പൊ ഉതിരക്കട്ട ഞാറുകുളത്തല്ലേ? നേരത്തെ ഇവിടുത്തെയായിരുന്നു. മല എടുത്ത് തിന്നു. മല കൊച്ചെടുത്തിന് എടുത്തോ. കൊച്ചെടുത്തോ എടുത്തോ. മല അങ്ങനെ തിന്നോ. ഒത്തിരി മൊരിഞ്ഞതൊന്നുമല്ല അല്ലേ? എന്നോടാ പറഞ്ഞ എന്നോടാ. വേറൊന്നുമില്ല. സാരമില്ല, തിന്നോ. എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ചായ ഉണ്ടാക്കിയില്ല കേട്ടോ. ജോമോൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ജോമോൻ വീഡിയോ പിടിക്കുമല്ലേ? വേറെ ജോമാനുണ്ട്. അതിരിക്കുന്നൊരു ജോമാനാ. ആയിരിക്കുന്നൊരു ജോമാനാന്നേ. ആയിരിക്കുന്നത് ജോമാനാന്നാ പറഞ്ഞത്. വീട്ടിൽ വിളിക്കുന്നത്. അത് അമ്മയ്ക്ക് ഇവർക്കൊക്കെ ഇവന്റെ വീടാ ഈ ജോമൻ. ഇവരെല്ലാരും ഇവിടെയാ താമസിക്കുന്നേ. താമസമൊക്കെ തുടങ്ങി. എത്ര വർഷമായി? 5 വർഷം. 5 വർഷമായി. രണ്ടുപേര് ആഴ്ച കഴിഞ്ഞുള്ളൂ. അമ്മ ആരെയും നോക്കുന്നേ? പിള്ളേര് ഇവർ രണ്ടുപേരും. അവരുടെ അമ്മേനെ ആയിരിക്കും നോക്കണമെങ്കിൽ. അവരുടെ അമ്മേനെയാ? ആരെയാ നോക്കണത്? അമ്മേനെയാണോ നോക്കണത്? ഇവരുടെ അമ്മ ഇവിടെ ഇല്ല. അമ്മ ഇവിടെ ഇല്ല. ഇവരുടെ അമ്മ ഇവിടെ ഇല്ല. ഇവിടുത്തെ ഇവരുടെ ഈ പിള്ളേരുടെ അമ്മ ഇവിടെ ഇല്ല. അവധി കിട്ടപ്പോഴല്ലേ വരുള്ളൂ. 2 പിള്ളേര്. ആ കുഞ്ഞു പെണ്ണും ഈ ചെക്കനും ഭദ്രമായിട്ട് നോക്കണം. ഭദ്രമായിട്ട് നോക്കണം. ഇന്ന് വരെ നോക്കിക്കൊണ്ടായിരിക്കണം. ഈ പ്രായത്തിൽ പ്രത്യേകിച്ചുണ്ട് ഇറങ്ങുന്നത് ബുദ്ധിമുട്ടാണ്. തോന്നുന്നിടത്തെല്ലാം ചെന്ന് വേണം കണ്ടു. ഒന്നിങ്ങനെ പോയോ കഴിച്ചാപ്പിക്കാൻ എന്നാ കളി കളിക്കാം. ചായ എടുത്തോ ചൂടാ. പ്രത്യേകിച്ച് വെച്ചത് ചവച്ച് തിന്നും. നിങ്ങൾക്ക് വേണ്ടേ? തിന്ന് കഴിഞ്ഞിരിക്കുക. അടുത്തടുത്ത് തിന്നടാ. ഓരോ നെയ്യപ്പത്തിനാണ് എല്ലാവരും പിടിച്ചു വരുന്നത്. അത് തന്നെയല്ല തിന്നുകയും ചെയ്യാം. ഒത്തിരി അല്ല വയ്യാതുകൊണ്ട്. അങ്ങനെ വിമാനം ഉഴുന്നോടെ ഇഷ്ടം. പിന്നെ നെയ്യപ്പം എടുക്കുന്ന സുഖിയൻ തിന്നിയല്ല. ചില സാധനങ്ങളൊന്നും തിന്നിയല്ല. സാർ ഇത് മൂത്തത്. മൂത്തതാ ഇത്. രണ്ടാമത്തത് അത്. രണ്ടാണ്. ഒരു പെണ്ണും. അമ്മയ്ക്ക് 3 ആണും 1 പെണ്ണും. അത് തിന്നോ. അതും കൂടെ തിന്നോ. തിന്ന് ചായ കുടിക്കും. ഇത് തിന്നോ. മറ്റേ സ്കെയിൽ കപ്പ് ഞാൻ എടുത്തു.
അതാ നല്ല സ്റ്റീൽ കപ്പ് കൊടുത്താൽ മതി. സ്റ്റീൽ കപ്പേ അത് കൊടുത്താൽ അതാ പറഞ്ഞത് ചിലപ്പം ഇല്ല അമ്മ കുടിച്ചോടി. ഇല്ല എണ്ണ മയക്കോളൂ. ഇത് തരാം. സ്റ്റീൽ കപ്പ് അമ്മയ്ക്ക് നല്ലത്. അമ്മ സ്ഥിരം കുടിച്ചുകൊണ്ടിരിക്കണതാണ്. ഇപ്പം പിന്നെ വെയിറ്റില്ലല്ലോ. അത് കുടിച്ചോ? ഞാൻ കുടിച്ചോളാം. പിന്നെ ഇങ്ങനെ വെച്ചോ. അതെടുത്ത് കഴിക്കാനായിട്ട് ഇതിങ്ങനെ വെച്ചിരിക്കണം. അത് തിന്നാൻ വെച്ചതാ. തിന്നാൻ വെച്ചതാ. തിന്നാൻ വെച്ചതാ. പിന്നെ അവിടെ ഇരിക്കട്ടെ. സൂര്യനോട് കഴിഞ്ഞില്ല. ജോമനെ തിന്നു. ജോമോനത് പിടുത്തം കഴിഞ്ഞിട്ട് തിന്നോളൂ. ജോമ കഴിച്ചോ? ജോമോ കഴിച്ചിട്ടില്ല. കണ്ടോ ജോമോ കഴിച്ചോന്ന്. അതിനാടാ വേണ്ടേ? കഴിക്കാം. അമ്മ കഴിച്ചോ. അമ്മ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാം. ഞാൻ പിള്ളേരൊക്കെ കഴിക്കേ. ഇതാ ഇവിടെ വരികയല്ലാത്തതിന്റെ കുഴപ്പം. ഇവിടെയുള്ളൊരു ശ്വാസം പിടിച്ചിരിക്കുള്ളൂ. കണ്ടോ ഇതൊക്കെ എന്തൊക്കെ വർത്താനം പറയുന്ന ആൾക്കാരാണെന്നറിയോ? ഒരക്ഷരം കിട്ടുന്നില്ലേ? ജെഫ് വിട്ടു ജിഫേ. എന്തെല്ലാം പറയണ ജെഫേ? പറ. പിന്നെ പെണ്ണാണി പിന്നെ അത്രയും മിണ്ടത്തില്ലാത്തതാ. പരിചയക്കുറവ് എങ്ങനെയാ ആകുന്നത്? ഞാൻ അവന്റെ ആന്റി അല്ലേ? പോയി കാണും. ശരിയാ. അങ്ങോട്ട് വല്ലതും ചെയ്യണുണ്ടോ? അതൊക്കെ ശരിയാ. അപ്പോഴേക്കും പോലെയാ നമ്മുടെ കൊഞ്ചിൻ വളർത്തിയതാണെങ്കിലേ മിണ്ടുള്ളൂ. എന്നാലും അവനറിയാൻ മേലേ. അവർക്ക് അടുപ്പമുള്ളൂ. ഇപ്പം നമ്മളെ അത്ര സ്നേഹിക്കാനുള്ള അറിയത്തില്ല. മക്കളുണ്ട് ജയിലിൽ പറഞ്ഞു. ഇവിടെ വന്നിരുന്നോ? കഴിക്കാനുള്ള കല്യാണമൊക്കെ കഴിച്ചമ്മേ. ഒരെണ്ണം കല്യാണം കഴിച്ചു, ഒരെണ്ണം അച്ഛനുമായി പള്ളിയിലെ. ഒരെണ്ണം ഒരു പെണ്ണുണ്ടായിരുന്നതിനെ കെട്ടിച്ചത് അമ്മയുടെ മകനാ കെട്ടിയേക്കണത്. കേട്ടാ ജോമോൻ. അമ്മയോടെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. മധുരം ഉണ്ടോ? ഞാൻ ഇച്ചിരി വെച്ച അമ്മയ്ക്ക് ഞങ്ങളൊക്കെ ആരും മധുരം വേണ്ട. ചോറ് മധുരം മതി. അത് നല്ലത്. അവിടെ കിടത്തു പറഞ്ഞു. അമ്മേ പെൺമക്കൾ എത്രയുണ്ടെന്ന് ദേവരണം. ഞാനേ ഉള്ളൂ. ഒറ്റയ്ക്ക്. അമ്മയ്ക്ക് ഒരു മകളല്ലേ ഉള്ളൂ. മാനെ അവിടെ ഇച്ചിരി ചായയും കൂടി ഇരിപ്പുണ്ട്. അവിടെ ഒരു കപ്പിനകത്ത് അതിങ്ങ് എടുത്തോണ്ട് വരും. മാനെ അമ്മച്ചിക്ക് കൊടുക്കാം. കൈ തുടച്ചോ. കുഞ്ഞൊക്കെ മതി അമ്മച്ചി. അതിങ്ങ് കൊണ്ടുവരുവാനെ. ഇതും കൂടെ കുടിച്ചോ. ചൂട് കുറവാ. തണുക്കാൻ വെച്ചിരുന്ന ചൂട് കുറക്കാൻ വെച്ചത്. അമ്മയ്ക്ക് ചൂട് വേണ്ടല്ലോ. എന്തായാലും വേണം. ചൂട് വേണമെന്ന്. വാ പുള്ളി പോയത് രുചി കിട്ടണം. എനിക്ക് എന്റെ ചായ തരുമാനം. എനിക്ക് ചൂട് പോയാൽ എനിക്ക് ഇഷ്ടമില്ല. ഇവിടെ ഉണ്ടോ? പിന്നെ ഇരിപ്പുണ്ട്. തിന്നു. എന്നാ പരിപാടി? പിന്നെ പരിപാടി കുട്ടികൾക്കുള്ള പരിപാടി. നീ പോകാനുള്ള പരിപാടി. അല്ല ഇവിടെ കിടക്കുവാ ഇന്ന്. ഇന്നിവിടെ കിടന്നോ. നാളെ കൊണ്ടേ ആക്കാം. പറ്റിഞ്ഞപ്പോ പോയേക്കാം. ഇപ്പൊ കൊച്ചിരി അങ്ങനെ പോയാൽ പോരെ. പോരുമല്ലേ. ഇവിടെ കിടന്നിട്ട് നാളെ പോയാലോ? ഇല്ല ഇവിടെ കിടന്നിട്ട് നാളെ പോയാൽ മതി പറഞ്ഞോ. അപ്പോൾ ഞാൻ കിടന്നോളാം. മോൻ പറയുവാണെങ്കിൽ എങ്ങനെയാ കിടക്കാതിരിക്കണതില്ല. മകൻ പറഞ്ഞില്ല കിടന്നോളെ. പിള്ളേര് വേണം നിങ്ങളെയൊക്കെയാ നോക്കണത്. പുറത്തേക്ക് വാ ഫ്രണ്ടിലേക്ക്. ജോമോനും അവനൊന്നും അധികം
പേടിയാ. വാവ എങ്ങോട്ടാ പോയത്? ആ, വാവ ഇങ്ങ് വാടി, വാവേ. വാവ, വാ, വാവേ. ഇനി വാവേ. ഉം. പിന്നെ വിവാഹം എത്ര നാൾ വരെ വാവേന്നാ വിളിച്ചതെന്നറിയാം. ഒരു പ്രായം വരെ വാവേന്നാ വിളിച്ചത്. വാവ ഇത്. എല്ലാത്തിനും വന്ന് പോയി കേട്ടോ. ഫോണാ എത്ര വയസ്സുണ്ട് വാവയ്ക്ക്? 8 വയസ്സ് പറ. എത്രയാ? 8. ആ, കൊച്ചിനറിയാമല്ലോ 8 വയസ്സ്. പിന്നെ എന്നാ ബർത്ത്ഡേന്ന് ചോദിച്ചേ. പറഞ്ഞ ഒക്ടോബർ 20 പറ. പറ ബർത്ത്ഡേ ആണെന്ന് പറ. പറഞ്ഞൊന്നും ഞങ്ങൾ കേട്ടില്ല. കേട്ടില്ലെന്ന് കേട്ടില്ല. അമ്മച്ചിക്ക് ചെവി ഇച്ചിരി കേൾക്കത്തില്ല. ആ, ഒച്ച ഉറക്കെ പറയണം. ഒച്ച പറ. ആ, പറ. കുഞ്ഞിലെ എങ്ങോട്ടുണ്ട് കണ്ടോ? അന്നോരുണ്ടോ ഇല്ല, ഇന്നാള് വന്നായിരുന്നു. ആ, അമ്മ മറന്നുപോയി. ഇന്നാള് വന്നായിരുന്നു. വീട്ടിലോട്ട്? ആ, അന്നേരം ഞാനവിടെ ഇല്ലായിരുന്നു. പിന്നെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. ഓർക്കണില്ല. അമ്മച്ചിനെ ചെന്ന് കണ്ടില്ലായിരുന്ന കൊച്ച്? കണ്ട? ആ, കണ്ടെന്ന്. അമ്മച്ചിനെ വന്ന് കണ്ടെന്ന്. മിക്കവരും കാണും, പിള്ളേര് കാണും. എല്ലാ കൂട്ടം കഴിക്കുമോ? ആ, എരിവൊന്നും കൂട്ടുകില്ല, എങ്ങനെയാ? മീൻ കൂട്ടുകില്ല, ഇറച്ചി കൂട്ടുകില്ല. അങ്ങനെയാണ്. ആ. അയ്യോ മോളെ, അങ്ങനെ പോയ പപ്പടം പപ്പടം. അതുകൊണ്ട് കാര്യമായില്ല. ആരോഗ്യത്തിന് തെറ്റാ. എല്ലാ കൂട്ടും കുറേശ്ശെ കൂട്ടം കഴിക്കണം. എരിവ് മാത്രം അധികം കഴിക്കരുത്. എരിവിൻ്റെ കഴിപ്പുകാരായിരുന്നു. എരിവൊക്കെ നിർത്തിച്ചതല്ലേ? എരിവ് അധികം ചെന്നാൽ ശരീരത്തിനും തലയ്ക്കൊക്കെ വിഷമാവാം. വീട് നല്ലതാണോ അമ്മേ? വീട് തന്നെ നല്ല വീടല്ലേ? വീട് തന്നെ കുഴപ്പം. വീടിന് എന്നാ കുഴപ്പം? ഇതന്നെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു സ്റ്റെപ്പാ മേളിലോട്ട് മുകളിലോട്ട് കയറാനുള്ള സ്റ്റെപ്പല്ലേ? വീട്ടിലൊക്കെ ഈ വഴക്കുണ്ടാകാൻ പറ്റേ? ആരാ? പിള്ളേര് ഇല്ല, ഒരു കുഴപ്പമില്ല. ഇല്ല. ഇല്ല. തന്നെ വലിയ കാര്യം. ആ. അല്ലെങ്കിൽ എടുക്കണ കൈ പുറത്ത് ഇട്ടുകൊണ്ട് കിട്ടുന്ന കിട്ടുന്ന എല്ലാം വെച്ചോ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. അങ്ങനെയൊന്നും ചെയ്യില്ല. കൊച്ചുങ്ങൾ പറഞ്ഞു കൊടുക്കുമോ? അതോടുകൂടി കൊച്ചുങ്ങാട്ട് സ്വഭാവം മാറിപ്പോവും. പിന്നെ സ്നേഹവും ഇല്ലാതെയാവും. പിന്നെ അവരുമായിട്ടുള്ള അടുപ്പവും ഇല്ല. ഇനി പോകാം. ഒയ്യോ, അവര് പോണില്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ, അമ്മ പോണില്ല. നാളെയാ പോണേന്ന് ആര്? അമ്മ പറഞ്ഞായിരുന്നു. പിന്നെ? ഇനി ഇവിടെ കിടക്കുവാന്ന്. അത് ഞാൻ പറഞ്ഞു. ആ, പറഞ്ഞായിരുന്നു. പിന്നെ ഇവിടെ കിടക്കുവാന്ന്. ഇവിടെ കിടക്കുവാന്ന് പറഞ്ഞായിരുന്നു മകൻ പറഞ്ഞപ്പ. ആ, എന്നാ ഇവിടെ ഇന്ന് കിടന്നേക്കാന്ന്. എനിക്ക് ഇങ്ങനെയായിരുന്നു മറ്റേ. എനിക്കിപ്പോ ഇച്ചിരി കഴിയുമ്പോ പിന്നെ ചോദിക്കും. ഒന്നോ 2 മണിക്കൂർ 1/2 മണിക്കൂർ കിടന്നാൽ മതി. ചായ ആയി പോയില്ലല്ലോ. ഇവർക്കൊക്കെ തണുത്ത ചായ ഇഷ്ടം. ഇതാരാ പോയ മോളെ? ഇവിടുത്തെ മകൻ. ഇവിടെ ഇവിടെ ഉണ്ടായ മകൻ. ആ. അവരിവിടെയാണ് താമസിക്കുന്നത്. അതെ അതെ. കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതേ 2 കുളങ്ങൾ. അവൻ്റെ പിള്ളേരാണത്. ആ, ഇത് 2. അമ്മ തമിഴ്നാട്ടിലൊക്കെ എന്താ പോയത്? അമ്മ തമിഴൊക്കെ പറയണം, കൊളന്താന്നൊക്കെയാ പറയണം. ഒരു അവർക്ക് എന്നാ ജോലി? അവക്ക പെണ്ണിന് അവള് വെളിയില. ഇല്ല. ആ, കുടുംബയോഗ്യ. ആ, കുടുംബജോലിയല്ല, വെളിയില. വെളിയില്. അപ്പം വർഷത്തിലൊന്ന് വരുമോ? ആ, വരുമായിരിക്കും. വർഷത്തിലൊന്ന് വരുമോ? ആ, വരും. കാലാവസ്ഥയൊക്കെ പിടിച്ചോ? കാലാവസ്ഥ പിടിച്ചോന്ന് ഇവരോട് ചോദിച്ചേ. കാലാവസ്ഥ പിടിച്ചാ മതി. കാലാവസ്ഥ പിടിച്ചാ മോനെ അമ്മയ്ക്ക്? അമ്മയ്ക്ക് കാലാവസ്ഥ പിടിച്ചാ? എഫ് പറഞ്ഞ കാലാവസ്ഥ പിടിച്ചാ? കാലാവസ്ഥ പിടിച്ചെന്ന്. ആ, അതാ ഇവരുടെ അച്ചാച്ചൻ. ഒരു അച്ചാച്ചൻ. പപ്പ പപ്പ. ഇവര് അച്ചാച്ചൻ എന്നാ വിളിക്കുന്നത്. അത് നല്ല കാര്യമല്ലേ. എപ്പോഴും കാണണം വെച്ച് വിളിച്ചോണ്ടിരിക്കും. എന്തെങ്കിലും പിള്ളേർക്ക് സ്നേഹം അടുക്കാൻ പറ്റുമോ? കാര്യം പറയാൻ. വേണ്ട, വേണ്ടത് മതി. ഇത് ഇനി പോകാം. വീടൊക്കെ ഒന്ന് കാണണ്ടേ? ഈ വീടൊക്കെ ഒന്ന് കാണണ്ടേ? ഇനി എന്നെ മാത്രം ഇനി ഇങ്ങോട്ട് വരികയല്ലേ? ഇനി വരുവോ? പിന്നെ ഇനിയും വരുമോ? കയറി ഇറങ്ങിയാൽ വരികയല്ലേ? ഞങ്ങളും വന്നേക്കാം കേട്ടോ അങ്ങോട്ട്. ഇല്ല, പിന്നെ അല്ലാതെ അവിടെ തന്നെ ഇരുന്നിട്ട് തന്നെ ഇരിക്കുക. വീട് അവൻ്റെ സ്വന്തപ്പെട്ട ആൾക്കാരായി കഴിഞ്ഞാൽ അവരുടെ വീടൊക്കെ 1 മാസം കൊണ്ടെല്ലാം കാട്ടുകയും.
കയറി ഇറങ്ങി ചെയ്യാവുന്നതൊക്കെ ചെയ്ത് കൊടുക്കും. അതങ്ങനെയാണ്. അത് നേരത്തെ മുതലുള്ള. ചാച്ചനോട് പോയമേ ചാച്ചൻ പോയി വഴിയിലോട്ട്. ആ ചാത്തനവിടെ ഇല്ലേ? ഇല്ല, വഴിയിലേക്ക് പോയി. അമ്മച്ചിരി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ല. വീട്ടിലങ്ങനെ ഇരിക്കുകയല്ല, വീട്ടിലിരിക്കുകയല്ല, നടക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു കുഴപ്പമില്ല. പള്ളിയിലൊക്കെ പോകും. ആ വള്ളിയിൽ നിന്ന് പോയി. അതാണ് ഏറ്റവും ആവശ്യം. ആ ഇന്ന് കുരിശിൻ്റെ തിരുനാളല്ലായിരുന്നു. കുഴിച്ചേടാ നമ്മൾ വായലച്ചും വഴക്ക് പറഞ്ഞൊക്കെ മടുക്കാതെ മനസ്സായി പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാം ഐശ്വര്യം അതാ. ഇവിടെ കൊണ്ടുപോയില്ലാമേ. അമ്മയ്ക്ക് ഇഷ്ടമായി പിള്ളേരെ കൊണ്ടുപോകളാവാ. ഇവിടെ പോരട്ടെ അങ്ങോട്ട്. പോരാന്ന് പറഞ്ഞോ? ആ അവള് കുഴപ്പമുണ്ടാ കുഴപ്പമുണ്ടാക്കോ? വഴക്കുന്നു. അതേ മോളെ കറിയോ വെച്ചു? അമ്മ ആരും പോരെയല്ല. കറിയൂന്ന് ആണോ? അമ്മച്ചിലൂടെ കിടത്തിക്കോളും. അറിയണോ? കരയൂ, നമുക്ക് അമ്മയുടെ കൂടെ നിൽക്കണം. ഞാൻ പറഞ്ഞേ അമ്മേനെ ഇട്ടേച്ചും പോക്ക് വിഷമായിപ്പം. അപ്പം അങ്ങനെ പിള്ളേർക്കല്ല, ഒരാൾക്കല്ല, 2-3 മക്കൾ എനിക്കുള്ളത് അങ്ങനെ എപ്പോഴും പോകും. ഇപ്പം പോലും ഇത്ര 3-4 എത്ര വയസ്സുള്ളതാണ്? 8-10 വയസ്സുള്ളൂ. എന്നാലും പോകണം. നിനക്ക് പോണം, നിനക്ക് പോണേ അമ്മച്ചിയുടെ കുത്തി വേണ്ടേ? അങ്ങനത്തെ എവിടെ ഇവിടെ നിന്നോളാം. അവൻ കാര്യമായിട്ട് വിശ്വസിച്ചത് പെണ്ണകന്ന് മാറി ചേർന്ന് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്കായാലും വലിയവർക്കായാലും നമുക്ക് അങ്ങനെ അവിടെ കിടന്നാൽ ഉറക്കം വരുള്ളൂ. അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും നമ്മൾ വാസനയുള്ളത് നോക്കുകയില്ല. നാഗസം അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു തടസ്സം കൂടാതെ ഒന്ന് ഭയങ്കരം അത് മതി. മയങ്ങണം. പോകാം. അവൻ പോകാനുണ്ടോ? ജപം പോരുണ്ടോ? ഞാൻ ഇവിടെ കിടക്കുവാ, പോരുന്നില്ല. പോരുന്നില്ലെന്ന് അവൻ പോകുന്നില്ല. ഓട്ടോ ഡ്രൈവർ പോകുക. അതെ, ഡ്രൈവർ കൂടെ കിടക്കുവാന്ന്. ഇപ്പൊ നമ്മളെങ്ങനെയാ പോണേ? നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റുമോ? ഇവര് രണ്ടുപേരും ഇവിടെ കിടക്കുവാന്ന്. ഇവര് രണ്ടുപേരും ഇവിടെ കിടക്കുവാന്ന്. ഇനി ഞാൻ നടക്കുന്നതിന് കാല് കൊണ്ട് ചവിട്ട് നടന്നു പോകല്ലേ. 10 മിനിറ്റ് വന്ന് നടക്കാനുണ്ട്. 10 മിനിറ്റ് ദൂരമുണ്ട് നടക്കാൻ. അവിടെയോ? ആ അത്രയും ഉണ്ടോ? ആ അത്രയും ഉണ്ടോ? അത്രയും വഴിയുണ്ടോ? അപ്പൊ എങ്ങനെയാ പോകണോ? നേരം മറ്റിട്ട് പോകാം. നേരം വളർത്തിയിട്ട് പോയാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ചെന്നാലും വീണമില്ല. പിന്നെ പ്രാർത്ഥനയില്ലോ കൊണ്ട് എത്തിക്കുകയൊക്കെ ചെയ്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ മതി. മാതാവിനോട് കൊണ്ട് എത്തിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ശല്യങ്ങളെല്ലാം മാറ്റിയിട്ട് എല്ലാവരെയും നന്നായിട്ട് കൊണ്ടുവന്നൊന്നും പ്രാർത്ഥിക്കണം. സ്വഭാവത്തിന് മാറ്റവും മാറ്റിക്കണം. പിന്നെ മക്കളിങ്ങനെ ഇരിക്കണം. എല്ലാം കഴിച്ചു കിടക്കും. ഉറക്കം മണ്ടിയില്ലേ? നിന്നോടാ ഉറക്കത്തിനകത്ത് നിർബന്ധമില്ലെന്ന് തോന്നുന്നു. എന്നാ ഇനി നമുക്ക് പോകാം. പകലുറങ്ങിയില്ലാത്തതാണ്. ഉറങ്ങിയല്ലടാ. ഫോണിൽ ഇല്ല അമ്മ ഇങ്ങോട്ട് ഏക്കെന്നെങ്കിൽ കൈ കഴുകണമേ. വെള്ളം കളയാം. ഇപ്പം ഞാനൊന്നും തിന്നാൻ കുടിക്കാനും പോയിട്ടില്ല. ഇതൊരു മുറി കേട്ടോ. ഇതൊരു മുറി. ഇത് ഏതാ ലൈറ്റ് ആർക്ക പോവല്ലേ? ഇത് കിടക്കുമല്ല. ഇതൊരു മുറി. ഇതൊരു മുറി കണ്ടോ? ബാ ഇനി അപ്പുറത്തെ മുറി പോയി കാണാം. ബാ അമ്മ ഇവിടെ വന്നിട്ടില്ലല്ലോ. എല്ലാവരും അവനെ വേണ്ടേ അടുത്ത മുറി. വേണ്ടേ വേണ്ട അടുത്ത മുറി. ഇത് അടുത്ത മുറി.
ഈ അടുത്ത മുറി കാണാം വാ, അടുത്ത മുറി കാണാം വാ. എത്ര മുറിയുണ്ട്? 5 മുറിയുണ്ട്. ഉണ്ടോ? ആ ഇതൊരു മുറി. 3 മുറിയായില്ലേ? ഇത് ഐറിനാണ് ഇവിടെ കിടക്കണേ. ഇത് ഐറിന്റെ പുസ്തകമൊക്കെയാണല്ലോ ഇത്. ജെഫിന്റെ ഐറിന്റെ പുസ്തകങ്ങളാണ് അവിടെ. ഇവിടെ ഒന്നും ആരും കിടക്കാനില്ലേ? പുസ്തകങ്ങൾ വെക്കുന്ന മുറിയാ. ബാ, ഞാൻ അടുക്കള പോയി കാണാം. കൊച്ചിന്റെ പുസ്തകം താഴെ പോയതാ. വാ ബാ, നമുക്ക് വീടുണ്ടോ? നമുക്ക് വീട്ടിൽ പോകാം. പോകാറില്ല, പോകാറില്ല. ഇത് അടുക്കള, അടുക്കള. ആ, അമ്മേനെ കാണിക്കാൻ കൊണ്ടുവന്നല്ലേ? അമ്മ താമസിക്കുന്നില്ല. വേണമെങ്കിൽ താമസിക്കല്ലേ? അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു ഇപ്പൊ എന്നാ ചെയ്യണേ? ഇത് ഒരു കുഞ്ഞടുക്കള, 2 അടുക്കളയുണ്ട്. ഇത് അടുപ്പിന്റെ അടുക്കള. പക്ഷെ ഇവിടെ തീ കത്തിക്കാറില്ല. ഇവിടെ ആരും തീ കത്തിക്കാറില്ല. പുറത്തൊരെണ്ണമുണ്ട്, അവിടെ തീ കത്തിക്കുന്നത്. ഇത് 2 അടുക്കളയുണ്ട്. നേരത്തെ പെര കിടപ്പുണ്ട്, അതിന്റെ അടുക്കളയൊക്കെ ഇല്ല, അവിടെ ഇട്ടേക്കുവാ. അതിനകത്താണ് ഇപ്പൊ എല്ലാം അവരുണ്ടാക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ. ഇവിടെ ചീത്തയായി കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ തുടച്ചോണ്ടിരിക്കാനൊന്നും നേരെയില്ല, പറ്റിയല്ലോ. വീട്ടിൽ ചെല്ലുമ്പോൾ നേരം വെക്കും. ഇത് കിടന്നാൽ ഉറക്കം വരികയില്ല, അങ്ങോട്ട് പോക്കില്ല. മേളിലുണ്ട്. ചായ കിടക്കുന്ന മുറിയാ. ഇതിങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്പേസാണ്. ഇവിടെ വേണമെങ്കിൽ മുറിയൊക്കെ പണിയാം. ഇപ്പോൾ തുണിയൊക്കെ അലക്കിടാനായിട്ട് ഉപയോഗിക്കുന്ന സ്പേസാണ്. ഇവിടെ പുറകിൽ നിന്നുള്ള വ്യൂ. ചാച്ചനാ? പിന്നെ പഴയ കാരണന്മാർ ഇപ്പോഴും കുടിക്കുന്നവരല്ലേ? പോകാം. പോകാം. വൈകിട്ട് വരട്ടെ. അതവിടെ ഇരിക്കട്ടെ, അത് തുടച്ചോളാം. അവിടെ കൊണ്ട് വെച്ചാൽ നീ ഒന്നും ചെയ്യണ്ട. ഒന്നും കഴിക്കാനുള്ള നേരമുള്ളൂ. ഇനി വാങ്ങാൻ സമയം ഇഷ്ടം പോലെ ഉണ്ട്. സമയം പോയി. അവിടെ ഇരുന്നോട്ടെ. ഇനി സമയമില്ല, നോക്കണ്ട. ഈ സമയം കിടക്കണേ ഉള്ളൂ. പിന്നെ കടന്നില്ല, നമ്മൾ ഉറങ്ങി കഴിയുമ്പോൾ കേൾക്കുകയില്ല, ക്ഷീണമാണ്, ഒന്നും ചെയ്യാനില്ല. ഇത് പുറത്തുനിന്ന് കാണിച്ചേക്കാം. പോകാം. ആദ്യം ഞങ്ങൾ വന്നൊരു വീഡിയോ കണ്ടവർക്കറിയാം. വഴിയോട് ചേർന്നാണ്, അപ്പോൾ നമുക്ക് ഒത്തിരി വ്യൂ പുറത്തുനിന്ന് അങ്ങനെ കിട്ടത്തില്ല. സപ്പോട്ട, ഈ മാവേല മാങ്ങയൊക്കെ ഞങ്ങൾ പറിച്ചിട്ട് പോകാറുണ്ട്. ഇത് പഴയ വീടിരുന്നു കേട്ടോ, പഴയ വീട്. ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ വീടാണ്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ്. നമുക്ക് വഴി എന്നാൽ ക്ലിയറായിട്ട് കിട്ടത്തില്ല, അതുകൊണ്ട് ഇപ്പം ഇത്രയേ കിട്ടത്തുള്ളൂ ഇവിടെ. ഞാൻ പോവാ, കൊണ്ടുപോകാൻ വരാൻ. അമ്മേ ഞാൻ പോനോ? ഞാനിവിടെ നിന്നോട്ടെ. എനിക്ക് ഒന്നിനും കുഴപ്പമില്ല. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ആരാ നോക്കണേ? ഇവിടെ ഇവിടെ നിർത്തിയിട്ട് പോയാ ഇവിടെ നിർത്തിയിട്ട് പോയ വീട്ടിലെ കാര്യങ്ങൾ ആരാ നോക്കണേ? മനസ്സിലായിരുന്നു. ഞാനിവിടെ നിന്ന വീട്ടിലെ കാര്യം ആരും നോക്കുന്നു? ഇവിടെ നിന്നാലേ വീട്ടിലെ കാര്യങ്ങൾ ആരാ നോക്കുന്നേന്ന്. പക്ഷെ പിള്ളേരുള്ളപ്പോൾ പ്രത്യേകിച്ചുണ്ട്. അത് കൃത്യമായിട്ട് സമയത്തെല്ലാം ഉണ്ടാക്കി കൊടുക്കണം.
അതിനൊരു വർഷം വെട്ടാൻ പറ്റിയില്ല. പിന്നെ ഒരു അലമ്പിൻ്റെ അലമ്പാണ്. അപ്പോൾ സാധനം എടുത്ത് കഴിക്കും കഴിക്കുകയും ആനെ ചുമ്മാ ഇരിക്കും. ഇതാ അമ്മ പറഞ്ഞത് വഴക്കുണ്ടാക്കരുതെന്ന് പറഞ്ഞത് കേട്ടോ. അമ്മച്ചി പറഞ്ഞില്ല വഴക്കുണ്ടാക്കി. പോകാം. പോകാൻ ധൃതി കൂട്ടണ്ട. അയറി ഈ കൊച്ചിനെ കൂടെ കൊണ്ടുപോകാം. നമുക്ക് ഇതിനെ കൊണ്ടുപോകാം. വേണ്ട. അതിനാ അവൾ വല്ലത്തും ഞാൻ വീഴും. ആ അവൾ പരിചയമില്ലാത്ത സ്ഥലം ആണല്ലേ. അതുകൊണ്ട് അവൾ പറ്റിയല്ല. അല്ലെങ്കിൽ 2-3 മാസം കഴിയണം. ഇച്ചിരി വലുതാണല്ലേ. 2-3 മാസം അങ്ങനെ ക്ഷീണിച്ചാണായിരിക്കണം അവള്. കൂടുതൽ ആൾക്കാരുമായിട്ട് ജീവിച്ചിട്ടാണ് എല്ലാവരും പറഞ്ഞു. ഇത് കൊച്ചിനെ തന്നെ അങ്ങനെ വിടാൻ പറ്റിയാൽ നിർത്താൻ പറ്റിയാൽ ഞാനോ ചോറ് വാരി കൊടുക്കും മാസവും എല്ലാ കൂട്ടവും. എന്നാ പോവാം. എൻ്റെ ഈശോയെ മക്കൾക്കൊക്കെ ഒരു ആവത്തും വരുത്താതെ എൻ്റെ ഈശോ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. തടസ്സം ഒന്നും കൂടാതെ എൻ്റെ ഈശോയുടെ മക്കളെ കാത്തോളണേ. മക്കളുടെ മക്കളെയൊക്കെ എൻ്റെ ഈശോയെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വയ്യാത്ത എല്ലാം എൻ്റെ ഈശോയുടെ കരയണ്ടമ്മേ. കരയണ്ട. പ്രാർത്ഥിക്കുവാണ്. പോകാം. സുതി കൊടുക്കും. സുതി സുതി ഈശോ മിശിഹായ്ക്ക് അമ്മയ്ക്ക് എത്ര കൊടുക്കണം ഇഷ്ടം. ഈശോ മിശിഹായ്ക്ക് ശരിയായിരിക്കട്ടെ. ഉമ്മ ഉമ്മ ഇവിടെ ചിരിക്കുക കേട്ടോ. ഇവരെ കൊണ്ടുപോകണോട്ടാ. നല്ല കഴിവും ഈശോയുടെ മക്കളായിട്ട് വളർന്ന് നല്ല കാരണന്മാരെയൊക്കെ അനുസരിച്ച് നല്ല കുട്ടപ്പന്മാരെ കുട്ടിപ്പികളുമായിട്ട് വേണം. ഒരു തടസ്സം ആരും ഉണ്ടാകരുത്. പറയരുത്. ഒന്നും പറയരുത് നിങ്ങളെ പറ്റി. മോശം പറയരുത് കേട്ടോ. ആ എന്നും എൻ്റെ മക്കൾ ഈശോയുടെ എടുക്കുമെന്ന് പ്രാർത്ഥിച്ച് ഉമ്മയെ കൊട്ടച്ച് കിടക്കാവും കേട്ടോ. കേട്ടോ. അപ്പോൾ ഒരു തടസ്സങ്ങളും വരികയായിരുന്നു. നമുക്ക് പോകാം. വിവാനോട് പോലില്ലേന്ന് ചോദിച്ചേ. വിവാനാണ് പുറകിലിരിക്കുന്നത്. വന്നില്ലേന്ന് ചോദിച്ചേ. ഞാനേ ഈ പോകണുണ്ടോ? പോലുണ്ടെന്ന് എന്നാ അമ്മ വീട്ടിൽ കിടക്കുവാണല്ലോ അവൻ. ഇതിന് പോകണമല്ലോ. ഇല്ല, നാളെ രാവിലെ 6:45 തീറ്റ കൊടുക്കണ്ടതാ. 6:45 ഭക്ഷണം കൊടുക്കണം. കഴിക്കാൻ പോകാൻ കൊച്ചിന് പോകാൻ തീറ്റ കൊടുക്കാൻ പോകാം. 6:45 തീറ്റ കൊടുക്കണം. അവന് 7:15 പോകണം. സ്ഥലം വിടണം. അപ്പൊ ശീലായി വരുമ്പോ ശീലാകുമ്പോ ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടി കഴിപ്പൊന്നും അവിടെ ബസ് വരുന്നത് അവിടെ ഇട്ടിരിക്കുക പള്ളിയുടെ അവിടെ. പ്രായമായി വരുമ്പോഴേ ഇതൊക്കെ നടക്കുള്ളൂ. അതുവരെ അതേവരെ ഒരു സ്നേഹമായിട്ടോ കഴിഞ്ഞിട്ടോ പറ്റിയിട്ടില്ല. പള്ളിയുടെ അവിടെ ഇനി ആത്മാർത്ഥത്തോടു കൂടി സ്നേഹിച്ച് സഹായിച്ച് പോകാൻ പറ്റുമോ? പഠിക്കാനും പഠിപ്പിക്കാനും. ഇവിടെ കപ്പളങ്ങ ഉണ്ടോ അമ്മ? ഇല്ല. ഉള്ള കപ്പലേനെ വെട്ടിക്കളഞ്ഞു. എല്ലാം ഇതിന്റെ വീടിന് ഞാനിവിടെ കിടന്നോട്ടെ. സാധനം ഇല്ല. ഞാനിവിടെ ഒന്ന് കിടക്കട്ടെ. കൊറേ വർഷങ്ങളായി കിടന്നിട്ട്. ആ അയ്യോ ആ ഒരു കൊടുക്കുന്നിട്ട് എത്ര വിശേഷം. ശരിക്കും ഉറക്കം വരികയല്ല. ഉറക്കം വരികയല്ല. എന്നാ പിന്നെ ആരോടാ പറയണേ? ഇതെല്ലാം നീ തന്നെയാ പറയണേ. ഒരു ദിവസം ഉറക്കല്ല, പിറ്റേ ദിവസം ഉറക്കം വരും. ഒരു ദിവസം ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഉറങ്ങാന്ന്. അത് പറഞ്ഞ കാര്യാ. മുത്തപ്പ എല്ലാ മക്കളും മുത്തപ്പൻ്റെ കലങ്ങളെല്ലാം ഈശോയ്ക്ക് ശരിയായിരിക്കട്ടെ. ഈശോയുടെ മക്കൾക്ക് കൊടുക്കണം. മക്കളുടെ മക്കൾക്കൊക്കെ ആരും തൊലഞ്ഞു പോകാതെ ആർക്കും വേണ്ടാത്തതിലാകാൻ ഇടവരുത്തല്ല ഈശോയെ. പോവുക കേട്ടോ. എല്ലാവരോടും പോകും. പ്രാർത്ഥിക്കുമ്പോൾ കുഴപ്പവും കൂടാതെ ഈശോ കാത്തു പോകും. അമ്മച്ചി വരുമോ ഇനി? ആരും ഒട്ടും കാണിച്ചു. അവിടെ ഇല്ല, അങ്ങ് അറ്റത്താ.
കുണത്തിപ്പറമ്പിക്കാരല്ല. അച്ഛൻ താമസിക്കുന്നില്ലേ? പിന്നെ വണ്ടി ഇവിടെ ഏതാ അമ്മച്ചിക്ക് പോകാനാ വീട്ടിൽ. ഇത് വണ്ടിയല്ലോ അടഞ്ഞു നിങ്ങൾക്ക് പോയപ്പോഴാണ് നേരെ വന്നാൽ മതി. പോട്ടെ 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 ഇത്തിരി പോട്ടെ. ആ മതി മതി. ഞാനൊക്കെ ഉണ്ടാകും. അപ്പം ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോന്നു. നമ്മുടെ ഉറുമ്പുകല്ല് സ്കൂളെന്ന് പറയും, ഞങ്ങളൊക്കെ പഠിച്ച LP സ്കൂള്. ഇനി പോണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഓടിപ്പോകാനെന്ന് പറഞ്ഞ ബഹളമല്ലേ അല്ലേ? നീ എവിടെ പോകാനാ? നീ എവിടെയാ പോണ്ടേ? വീട്ടിൽ പോകാനെന്ന് പറഞ്ഞ് വേളല്ലായിരുന്നു. ഇതാ വീട്. വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇവിടെ 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 നമ്മുടെ വീട്. നീ ഇവിടെ ഇരുന്നോ? കസേര ഇരിക്കുന്നുണ്ടോ? ഇച്ചിരി നേരം കസേര ഇരിക്കുന്നുണ്ടോ? എന്നാ വാ. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.